എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അതായത് എനിക്ക് ഡിസൈനർ ആവണം, എനിക്കൊരു ഫിലിം മേക്കർ ആവണം, എനിക്കൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവണം, എനിക്കൊരു വീഡിയോ എഡിറ്റർ ആവണം, എനിക്കൊരു എഞ്ചിനീയർ ഓൾറെഡി ആണ്, പക്ഷേ എനിക്കത് കുറച്ചുകൂടി ഇന്ന് എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഗെയിം ഡെവലപ്പർ ആവണം, അങ്ങനെ ഒരു ഗെയിം ഡിസൈനർ എനിക്ക് ചെയ്യണം. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്. പക്ഷേ ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കും, ആൻഡ് അതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യാറില്ല. എനിക്കെല്ലാ കാര്യവും പഠിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുക എന്നൊരു ചിന്ത ആണ് ഇപ്പോഴും. അതായത് ഒരാൾ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ അവനേക്കാളും വ്യത്യസ്തമായിട്ട് എങ്ങനെ പടം വരയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ഡിസൈനറാണ്. ആക്ച്വലി പ്രൊഫഷണലി ഐ എം എ ഡിസൈനർ അല്ലാതെ മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ക്യൂരിയോസിറ്റിക്ക് പുറത്താണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പടം വര ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാനൊരു ചലഞ്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും ഇതിനെ കാണാറ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഐ ആം സ്റ്റിൽ ഇൻകൺസിസ്റ്റൻറ്റ്. ഞാനിതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ പേഴ്സണലി എന്നോട് തന്നെ ഞാൻ ചോദിക്കാറുണ്ട്. ഞാനൊരു ഡിസൈനറാണോ, അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റാണോ? ശരിക്കും ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്നത്. സോ ഐ എം സ്റ്റിൽ ഫിഗറിങ് ഔട്ട് ഹൂ ആം ഐ. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ 1-2 ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പം പടം വരയ്ക്കാനിരിക്കുമ്പം ഞാൻ സിമ്പിളായിട്ടുള്ളതാണ് ഇപ്പം ഞാൻ പേഴ്സണലി വരയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കുമ്പോൾ അവിടെ ഫെയിലിയർ ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ ഇതൊക്കെ എല്ലാം കൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഒരേ സമയത്ത് ചെയ്യുക അല്ലെങ്കിൽ 2 കാര്യം ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ 3, 4, 5 കാര്യങ്ങൾ നമ്മൾ ഒരേ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ബർഡൻ ആൻഡ് യുവർ ബ്രെയിൻ വിൽ ബ്ലാസ്റ്റ്. സോ ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്.